ഇപ്പോൾ അതിരപ്പള്ളിയിൽ ഡോക്ടർ അരുൺ സക്കറിയ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിരപ്പള്ളി ആനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയതിനു ശേഷം നമ്മൾ അതിനെ ഫോളോ ചെയ്തു, അതിന് ടോപ്പ് അപ്പ് ഡോസ് കൊടുത്തു, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ മസ്തകത്തിന് മുകളിലാണ് വൂണ്ടുള്ളത്. ഡീപ്പ് പെനിട്രേഷൻ വൂണ്ടാണ്, കുത്താണ്, ഇടിയാണ്, കൊമ്പൻ്റെ ഇടിയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ലേസൽ എന്ന് പറയും, അവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് റിസ്ക്കാണ്, കാരണം നമ്മൾ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ സ്റ്റാൻഡിങ് സെറ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ നിർത്തിയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അത് വൂണ്ട് കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്തു, നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി, വല്ല മെറ്റൽസ് ഉണ്ടോ എന്ന് നോക്കി, നെഗറ്റീവാണ്, ഒന്നുമില്ല. അതിനുശേഷം മുറിവ് നമ്മൾ ഡ്രസ്സ് ചെയ്തു, ആൻറ്റിബയോട്ടിക് കവറേജ് കൊടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ആന ആക്റ്റീവായി, അത് സെഡേഷൻ വിട്ടുകൊണ്ടിരിക്കുന്നു. അത് കുറച്ച് സമയം എടുക്കും. അത് നമ്മൾ ആൻറ്റിഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും അതിൻ്റെ എഫക്റ്റ്. എത്ര ഡോസാണ് സാർ നമ്മൾ എത്ര ഡോസ് നൽകിയിരുന്നു? ഇത് ഡോസൊക്കെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ആനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഡോസ് തുടർ ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സിംഗിൾ ഇൻ്റർവെൻഷനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കാരണം എന്താ, നമുക്കില്ലെങ്കിൽ നമുക്ക് ആനയെ പിടിച്ചു കൊണ്ടുപോകണം. ഓക്കെ, പ്രോഗ്നോസിസ് നമ്മൾ പറയുന്നത് 50%. ഓക്കെ, നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ മുകളിലും ബാക്കി എല്ലാ ആക്ടിവിറ്റിയിലും. അപ്പോൾ നമ്മൾ ഇനി ഫർദർ ഒബ്സർവ് ചെയ്യണം, ഇതിന് ബാക്കി എല്ലാ ഫങ്ഷനിങ്ങും പ്രോപ്പറാണോ എന്നുള്ളത് നോക്കണം. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് പഴുപ്പ് നമ്മൾ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മളെ വിശ്വാസം. പക്ഷേ അത് വേറെ ഉള്ളിൽ എത്രമാത്രം ഡാമേജ് ഉണ്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ നോക്കുമ്പോൾ പഴുപ്പുണ്ട് ആക്ച്വലി. അതെല്ലാം ക്ലീൻ ചെയ്തു, ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 2 മുറിയാണോ ഉണ്ടായിരുന്നത്? ഒരു വലിയൊരു വൂണ്ടുണ്ട്, അതിൻ്റെ താഴെ ചെറിയൊരു വൂണ്ടുണ്ട്. ഇല്ല, പഴുപ്പാണ്. അത് കംപ്ലീറ്റ് നമ്മൾ ഡ്രെയിൻ ചെയ്ത് ബുഷ് ചെയ്ത് കളഞ്ഞ്. എത്ര മാസം അല്ലെങ്കിൽ എത്ര ദിവസം പഴക്കമുണ്ടാകും? നമുക്ക് വൂണ്ട് പഴക്കം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സ്പോട്ട് ചെയ്തിട്ടിപ്പോൾ 3 ആഴ്ചയോളം ആയിട്ടുണ്ട് അവർ ഒബ്സർവ് ചെയ്തിട്ട്. സിവിയർ ആയിരുന്നു സാറേ? ഉണ്ട്, സിവിയറാണ്. അത് കറക്റ്റ് ആ മസ്തകത്തിൽ തന്നെ ആയതുകൊണ്ട് സിവിയറാണ്. വണ്ടി കത്തി പുകഞ്ഞതാ. അല്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ ഫർദർ നമ്മളിങ്ങനെ ഒബ്സർവേഷൻ എങ്ങനെ ചിപ്പ് അങ്ങനെ ഒന്നുമില്ലല്ലോ? ഇല്ല, മൈക്രോ ചിപ്പ് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ റേഡിയോ കോളർ ചെയ്യാണ് വേണ്ടിയിരുന്നത്. ഓക്കെ, സംഘത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെ വരാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ആനിമൽ ഭയങ്കര മൂവിങ് ആയിരുന്നു, ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു വൺ ഡേ ഒന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. നമുക്ക് നമ്മളെ ടൈം എടുക്കും. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. 4 ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് മാനേജ്മെൻറ്റ് ടീം, മാഡത്തിൻ്റെ മുകളിൽ ഒരു മാനേജ്മെൻറ്റ് ടീം ഉണ്ടാവും, പിന്നെ ഒരു ട്രാക്കിംഗ് ടീം ഉണ്ടാവും. ഇതിനെ തപ്പിയെടുക്കുന്നത് ഇന്നലെ കംപ്ലീറ്റ് കാട്ടിലായിരുന്നു. ഇന്നലെ 9 ബുൾസിനോളം കണ്ടു. ഇതിന് ഇയാളെ മാത്രം കിട്ടിയില്ല. നമുക്ക് ഒരു ട്രാക്കിംഗ് ടീം ഉണ്ടാവും, അതിൻ്റെ പുറകെ ഡാർട്ടിംഗ് ടീം ഉണ്ടാവും, മയക്കുവെടി വെക്കുന്ന ടീം ഉണ്ടാവും, അതിൻ്റെ പുറകെ ഒരു സപ്പോർട്ടിംഗ് ടീം ഉണ്ടാവും. അങ്ങനെ വലിയൊരു സന്നാഹമായിട്ടാണ് നമ്മൾ പോവുക. ഒരു സിംഗിൾ അറ്റംപ്റ്റ്. തുടക്കത്തിൽ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടെറൈൻ ഇത്തിരി അത്ര കംഫർട്ടായ ഒരു സ്ഥലമല്ല അല്ല. അത്തരം സ്ഥലങ്ങൾ ഇതിന് മുന്നും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ചലഞ്ചിൽ നമ്മൾ ചെയ്തിട്ടില്ലേ, അരിക്കൊമ്പനൊക്കെ ചെയ്തിട്ടില്ലേ, മൂന്നാർ ഇതിനെക്കാട്ടും സ്റ്റീപ്പായിട്ടുള്ള ടെറയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വൂണ്ടിൽ ചെറിയ ഹോൾ പോലെ ഉണ്ടോ? വൂണ്ട് എന്ന് പറഞ്ഞാൽ പങ്ക്ചേർഡ് വൂണ്ടാണ്. അപ്പോൾ ഹോൾ ഉണ്ടാവുമല്ലോ എന്തായാലും സ്വാഭാവികമായിട്ടും. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് കംപ്ലീറ്റ് വെച്ച് ഒരു ട്രൈപോഡ് വെച്ച് നമ്മൾ കയറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. ഹൈലി റിസ്കി. ഇനി അത് പിന്നെ വീണ്ടും ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നാൽ അതും നോക്കണം, എത്രമാത്രം ഇത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കണം. ഇൻ്റർവെൻഷൻസ് അത് സാധാരണ നമുക്ക് സിംഗിൾ ട്രീറ്റ്മെൻറ്റ് പറ്റില്ലെങ്കിൽ ആനയെ പിടിക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ അതിനുള്ള കവറേജും ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എത്ര പ്രായമുള്ള? അറൗണ്ട് 35 ഇയേഴ്സ് ഏജ്ഡ് ആയിട്ടുള്ള നല്ല സ്റ്റൗട്ട് ആയിട്ടുള്ള എലഫൻ്റ്. നിരീക്ഷണത്തിൽ തന്നെ തീർച്ചയായിട്ടും ഹെൽത്ത് വീക്കാണ്, കുറച്ച് പഴുപ്പുള്ളതുകൊണ്ടാണ് കുറച്ച് വീക്കാണ്. നമ്മളതിൻ്റെ 2 രീതിയിൽ നമ്മൾ മെഷർ ചെയ്യും. പിന്നെ രണ്ടാമതിൻ്റെ ഫ്രണ്ട് ഫുട്ട് സർക്കംഫറൻസ് ഇത്ര ഹൈറ്റിലാവുമ്പോഴേ അത് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. ഇല്ല, അത് നമ്മൾ ഓൺ ഫുട്ട് പോയി ട്രാക്ക് ചെയ്ത് ചെയ്യുക. അതിന് മസ്തകം വരെ ലാഡർ വെച്ചിട്ട് നമ്മൾ ഫോൾഡ് ലാഡറില്ലേ അത് വെച്ചിട്ട് അതിന് മുകളിൽ കയറിയിട്ട് ചെയ്യും. അനിമൽസ് ഹൗസ് സെഡേഷനിൽ നിൽക്കുന്ന ആനുവലാണ്, അപ്പോൾ അതിൻ്റെ റിസ്ക് ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഡോക്ടർ അരുൺ സക്കറിയ ആ ദൗത്യ വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇത്ര ഒരുപാട് ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ആളാണ്. അദ്ദേഹത്തിന് ആ ദൗത്യ വിജയം ഒരു പുതിയ കാര്യം അല്ലെങ്കിൽ കൂടിയും എന്തായാലും ആനയെ മയക്കൂടി വെച്ച് അതിൻ്റെ മസ്തകത്തിലെ വലിയ ആഴത്തിലുള്ള മുറിവുകൾ ഒരു മാസക്കാലമായിട്ടാണ് ഇതിനെ കണ്ടു തുടങ്ങിയത്. എന്തായാലും 2 ദിവസം നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളും ഇതിനിടയ്ക്ക് കഷ്ടപ്പെട്ടു, നമ്മളും കഷ്ടപ്പെട്ടു. 3 ദിവസത്തെ ഇതിനിടയിൽ ഇന്ന് നമുക്ക് ആ ദൗത്യം സക്സസ്ഫുള്ളായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിന് എന്തായാലും എല്ലാവരോടും നന്ദി പറയുന്നു. കാരണം ഒരുപാട് നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചു. നമ്മൾ ആ റെസ്ട്രിക്റ്റ് ചെയ്തത് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നമ്മളോട് സഹകരിച്ചു. എല്ലാത്തിനും നന്ദി.
എന്തായാലും ആനിമലിനെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. 2 സ്റ്റാഫും നമ്മുടെ 2 വാച്ചറും ഇപ്പോൾ ഉണ്ട്. ചെറുതായിട്ട് മൂവ് ചെയ്ത് താഴോട്ട് ഒക്കെ നടന്നു തുടങ്ങിയതായിട്ടാണ് ഇൻഫർമേഷൻ. വനത്തിന്റെ ഭാഗത്തേക്കാണോ അതോ ഇപ്പോൾ വനത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ അവിടെ വെച്ചാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. പോകുന്ന വനത്തിനെ ലക്ഷ്യമാക്കിയിട്ടാണോ തിരിച്ച് മിക്കവാറും പുഴയുടെ സൈഡിലേക്ക് തന്നെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ആനയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിടക്ക് ഒരു കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് ഇന്ന് കിട്ടി. നമുക്കതുകൊണ്ട് അതിനെ ട്രേസ് ചെയ്യാൻ പറ്റി. എല്ലാവിധ സഹകരണങ്ങളും തന്നതിന് നന്ദി. ഇനിയും ഈ തുടർന്ന് സഹകരണം ഉണ്ടായിരിക്കണം. DFR ലക്ഷ്മി കൂടി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ആ ദൗത്യം വിജയിച്ചു. വലിയ ഒരു മുറിവും ചെറിയൊരു മുറിവുണ്ട്. ആ വലിയ മുറിവ് വലിയ ആഴത്തുള്ള മുറിവാണ്. വെടികൊണ്ട മുറിവല്ല, കുത്തേറ്റ മുറിവ് തന്നെയാണ്. അപ്പോൾ അത് ഡോക്ടർ അരുൺ സക്കറിയ പറയുകയായിരുന്നു. അങ്ങനെ മയക്ക് നിർത്തി ഏണി വെച്ച് കയറി അതിൻ്റെ മസ്തകത്തിൽ അതിൻ്റെ പഴുപ്പൊക്കെ എടുത്ത് കളഞ്ഞ് അതിൻ്റെ മരുന്നൊക്കെ വെച്ച് വിട്ടു. അത് ഇനിയിപ്പോൾ നിരീക്ഷണത്തിലാണ്. തുടർ ചികിത്സ അങ്ങനെ സാധ്യമാകല കാര്യം ആനെ നമ്മൾ പിടിച്ചു വേണം ചികിത്സിക്കാൻ. അത് പറ്റിയില്ല എന്ന് പറയുകയാണ് ഡോക്ടർ അരുൺ സക്കറിയ.